എല്ലാവർക്കും നല്ല നമസ്കാരം. 7-ാം തീയതി പുലർച്ചെ 2:45 ഈ സമയത്ത് ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ പിറകിലിരിക്കുന്ന ചേട്ടന്മാരെ കണ്ടിട്ടുണ്ടാവും. ഇവർ തോട്ടവീതി റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ആ റെസിഡൻസ് അസോസിയേഷൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നത്. നമ്മൾ പേപ്പറിൽ വാർത്തയൊക്കെ വായിച്ച് കണ്ടിട്ടുണ്ടാവും. തോട്ടവീതി റെസിഡൻസ് അസോസിയേഷൻ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു റെസിഡൻസ് അസോസിയേഷനാണ്. അതിൽപ്പെട്ട ആളുകളാണ് ഈ എൻ്റെ പിറകിൽ നിൽക്കുന്നത്. ഈ സ്ഥലം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ CMI പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂൾ കേട്ടിട്ടുണ്ടാവും. CMI പബ്ലിക് സ്കൂൾ. ആ CMI സ്കൂളിൻ്റെ മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ അവിടെ വരുന്ന സമയത്ത് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ്റെ ജീപ്പ് കിടക്കുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ ഈ മതിൽ ചാടി അകത്തേക്ക് പോകുന്നുണ്ട്. നാട്ടുകാരായിട്ടുള്ള ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തോ മണ്ണടിച്ച വിഷയവുമായി ബന്ധപ്പെട്ടെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നതൊക്കെ അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ഈ റെസിഡൻസ് അസോസിയേഷനിലെ ഇവരോട് നമുക്ക് ചോദിച്ചറിയാം. ഇവിടെ ഈ CMI പബ്ലിക് സ്കൂളിൻ്റെ മതിൽ ചാടി പോലീസുകാർ പോണത് കാണാൻ സാധിച്ചു. നാട്ടുകാരായിട്ടുള്ള നിങ്ങൾ സൈഡിൽ നിൽക്കുന്നുണ്ട്. പോലീസുകാരകത്തേക്ക് പോയി. ഇതെന്താണ് വിഷയം? ഇവിടെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇവിടെ നടന്നിട്ടുള്ള സംഭവം എന്താണ്? ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ സ്കൂൾ കോമ്പൗണ്ടിലോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇവിടെ CMI സ്കൂളിൻ്റെ കിഴക്ക് ഭാഗത്ത് റോഡിനോട് ചേർന്ന് ഒരു 50 സെൻറ്റോളം സ്ഥലം നിലം കിടക്കുന്നുണ്ട്. പാടം. ആ പാടത്ത് രാത്രികാലം അർദ്ധരാത്രിക്ക് ശേഷം സ്കൂൾ അധികൃതർ അവർ ധിക്കാരപരമായിട്ട് മണ്ണടിച്ച് നികത്തുന്ന ഒരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കാലങ്ങളായിട്ട് ഒട്ടുമിക്ക സമയങ്ങളിലും രാത്രിയാണ് 1 മണി 2 മണിക്ക് ശേഷം മണ്ണടിക്കുക, കുറച്ച് സ്ഥലം നികത്തുക. ഞങ്ങൾ പലവട്ടം താലൂക്കിൽ വില്ലേജ് ഓഫീസിലും പറഞ്ഞ് ലെറ്റർ കൊടുത്ത് കുറച്ച് നാൾ നിർത്തിയിടും, പിന്നെ ഇവരടിക്കും. നാട്ടുകാർക്കുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെയൊക്കെ കിണറുകളിലെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം. ഈ പാടത്ത് നിലങ്ങളിൽ വെള്ളം നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്കൊക്കെ കുടിവെള്ളം കിണറുകൾ കിട്ടുന്നത്. ആ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തഹസിൽദാരെ സമീപിക്കുന്നതും. അനുവാദമില്ലാതെ ഈ സ്കൂൾ അധികൃതർ പാടം നികത്തിക്കൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞ ദിവസവും ഇതുപോലെ ഈ 6-ാം തീയതി ഞങ്ങൾ കളക്ടർക്ക് ഒരു ലെറ്റർ ഇമെയിൽ ചെയ്തു. തഹസിൽദാരെ നേരിട്ട് കണ്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണ്ട നടപടികൾ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കലേ തന്നെയാണ് അന്ന് രാത്രി ഇപ്പോൾ ടിപ്പർ ലോറി വെച്ച് അവിടെ മണ്ണടിച്ചിട്ടുള്ളത്. അത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് ഞങ്ങൾ അറിഞ്ഞപ്പോൾ രാത്രി ഞങ്ങൾ വീട്ടിൽ നിന്നും വന്ന് ഈ പോലീസിനെ അറിയിച്ചു. തഹസിൽദാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നിട്ടുള്ള മേൽ നടപടികളാണ് ഇപ്പൊ കണ്ടത്. പോലീസ് എന്താണ് പറഞ്ഞത്? പോലീസ് അകത്ത് പോയതിനു ശേഷം പോലീസ് അകത്ത് പോയിട്ട് അവിടെ ടിപ്പർ ലോറി 3 എണ്ണം കിടക്കുന്നുണ്ട്. ഡ്രൈവർമാരെ കണ്ടില്ല. അവിടെ മണ്ണ് കൂട്ടിയിട്ടുണ്ട്. മണ്ണ് അടിച്ചിട്ടുള്ളത് ഉള്ളത് തന്നെയാണ് എന്നുള്ള നിഗമനത്തിലാണ് അവർ പോയത്. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ലോറി അകത്ത് തന്നെയാണല്ലോ കിടക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നാട്ടുകാരെ നിലയ്ക്ക് നിങ്ങൾ പോകുന്നുണ്ട്? നാട്ടുകാർ നാളെ ആയാലും ഞങ്ങൾ തഹസിൽദാരെ കാണും. ഈ ഉണ്ടായ വിശേഷങ്ങൾ ആളെ ധരിപ്പിക്കും. ഇതിനൊരു ശാശ്വതമായൊരു പരിഹാരം ഞങ്ങൾക്ക് സംബന്ധിച്ചോളം കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്. ഈ ഇങ്ങനെ നികത്തി കടിക്കുന്ന മണ്ണ് മാറ്റി ആ നിലം പുനഃസ്ഥാപിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾക്ക് നാട്ടുകാർക്ക് കുടിവെള്ള പ്രശ്നമാണ് വലുത്. കുടിവെള്ളത്തിന് ഉള്ള ഒരു പ്രശ്നത്തിൽ നാട്ടുകാരെല്ലാവരും ഒന്നിച്ച് ഞങ്ങൾ ഏത് സമരമാർഗത്തിനും തയ്യാറാണ്. ഇതിന് ഇവർക്ക് ഇത് കരഭൂമിയാക്കി മാറ്റി എന്ന് പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും സംഗതികൾ കിട്ടിയിട്ടുണ്ടോ? സ്കൂൾ അധികൃതർ അങ്ങനെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ആഴ്ച പടിഞ്ഞാറ് ചാലക്കുടി വില്ലേജ് ഓഫീസർ ഈ സ്ഥലം സന്ദർശിക്കുകയും അവർ പറഞ്ഞത് ഈ നിലത്തിന് ഒരു തരത്തിലും തരം മാറ്റി കിട്ടിയില്ല, മണ്ണിട്ട് നികത്താൻ ഒരു കാരണവശാലും അനുമതി കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. പകല് കൊണ്ട് കുത്തും, അത് രാത്രി ഈ 12 അല്ലാതെ അപ്പൊ ആ സെക്യൂരിറ്റിക്കാരും അവരെ ഉണ്ടല്ലോ. എന്നിട്ട് രാത്രി അവര് അവിടെ കൊണ്ട് കുത്തും. അത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് അവർ ഇതൊക്കെ ചെയ്യണത്. എന്തായിരുന്നാലും ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും ഈ വിദ്യാലയം നടത്തുന്നത് CMI മാനേജ്മെൻറ്റ്, CMI സഭ, സന്യാസ സഭയാണ് ഈ വിദ്യാലയം നടത്തുന്നത്.
CMI സന്യാസ സഭ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദരണീയനായ വിശുദ്ധനായ ചാവറയച്ചൻ സ്ഥാപിച്ച സഭ. ചാവറയച്ചൻ സന്യാസ ആശ്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ള സ്ഥലങ്ങളെ പറ്റിയിട്ട് യഥാവിധി കൃത്യമായിട്ട് ഈ സഭാംഗങ്ങൾ പഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സമൂഹത്തിലെ മറ്റാളുകളുടെ ഒരു എതിർപ്പോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ആശ്രമം അവിടെ നിന്നും മാറി വേറെ സ്ഥലങ്ങളിലേക്ക് പോകാൻ ചരിത്രമാണുള്ളത്. തൊട്ടടുത്തുള്ള പ്രദേശവാസികളും ആളുകളായിട്ടൊക്കെ നല്ല ബന്ധത്തിലാണ് ഈ ആശ്രമവും അതുപോലെ സ്കൂളുകളൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. പള്ളിക്ക് ചുറ്റും പള്ളിക്കൂടങ്ങൾ ഇല്ലാതെ വന്ന പള്ളി ആദ്യം പൂട്ടിക്കോ എന്ന് പറഞ്ഞ ഒരു മഹത്തായ മനുഷ്യനാണ് ചാവറയച്ചൻ. അദ്ദേഹത്തിൻ്റെ സഭയാണ് ഈ CMI സഭ. ഞാനിത് പറയാനുള്ള കാരണം എന്നറിയോ, ആ സഭയിൽ കുറച്ചാൾ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ള സംഭവം, ഒരു സന്യാസ സഭ ഒരു സ്ഥാപനം നടത്തുമ്പോൾ, ചാവറയച്ചൻ്റെ കാലമല്ല ഈ കാലം വേറെ കാലമാണെന്ന് പറയും, പക്ഷേ ഒരു സന്യാസ സഭ ഒരു സ്ഥാപനം നടത്തുമ്പോൾ ഇത്തരം കാഴ്ചകൾ വരാതിരിക്കാനായിട്ട് അധികാരികൾ ശ്രദ്ധിക്കണം. CMI പബ്ലിക് സ്കൂളിൻ്റെ മതിൽ ചാടി പോലീസുകാർ കടന്നു പോകണമെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഇല്ലാതിരിക്കുമോ? അതുതന്നെയാണ് എൻ്റെ ചോദ്യം. നാട്ടുകാരായിട്ടും പ്രദേശവാസികളായിട്ടൊക്കെ നല്ല ബന്ധത്തിൽ പോവുക എന്നുള്ളതാണ് ഇത്തരം സന്യാസ സഭകൾ സ്ഥാപിക്കുന്ന സ്ഥാപനങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യേണ്ടത്. അതാണ് ആഗ്രഹിക്കുന്നതും സമൂഹം ആഗ്രഹിക്കുന്നതും, അല്ലേ? അത്രമാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.